ഗായ്സ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മൗണ്ടൻ ഡ്യൂ വെച്ചിട്ട് ഒരു സാധനം. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ എന്താക്കിയെന്ന് പറഞ്ഞാൽ എൻ്റെ മൂത്തുമ്മൻ്റെ അവിടെ പോയിട്ടുണ്ടായിരുന്നു. അവിടെ മാങ്ങ മരമുണ്ട്, എൻ്റെ വീട്ടിലില്ല കേട്ടോ. അപ്പം ഞാൻ അവിടെ മാങ്ങ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു നിങ്ങൾക്കും വേണ്ടിയിട്ടൊന്ന് കാണിച്ചു തരാമെന്ന്. അവിടെ കുറേ മാങ്ങയുണ്ട്, ബട്ട് എല്ലാം ചെറുതാണ്, വലുതായിട്ട് അങ്ങനെ ഒന്നുമില്ല. ഒന്നോ രണ്ടായിട്ടും ഉണ്ടാവും വലുതായിട്ട്. പച്ച മാങ്ങയാണ്, കുറച്ചും കൂടി പഴുത്തിട്ട് നമുക്ക് പൗത്ത മാങ്ങ കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അതുകൊണ്ട് നമ്മൾ അവിടെ മാവിലേനെ വെച്ചിട്ടുണ്ട്, പറിച്ചില്ലായിരുന്നു കേട്ടോ. പക്ഷേ ഇപ്പോൾ എല്ലാവരും പറിക്കാൻ തുടങ്ങി. നമ്മളെ മൂത്തമ്മ പറിച്ചില്ല കേട്ടോ, കുറച്ചും കൂടി വലുതായിട്ടെന്ന് വിചാരിച്ചു കേട്ടോ നമ്മളെ മൂത്തമ്മ. അപ്പം നമ്മൾ മൂത്തമ്മയുടെ 2-3 മരമുണ്ട് കേട്ടോ, എൻ്റെ വീട്ടിലില്ല. അതുകൊണ്ട് എനിക്ക് ഭയങ്കര വേജാറാണ് ഗൈസ്. അപ്പം നമ്മളെ നെക്സ്റ്റ് എൻ്റെ വീട്ടിൽ കുറേ തെങ്ങുകളുണ്ട്, അതാണ് എൻ്റെ വീടിൻ്റെ ഐശ്വര്യം ഗൈസ്. കുറേ തെങ്ങുകളുണ്ട് കേട്ടോ. അതിലെന്നാൽ ഇങ്ങനെ തേങ്ങയൊന്നും ഇല്ലെങ്കിലും കുറച്ചെങ്കിലും ഉണ്ട് കേട്ടോ. തേങ്ങക്കല്ല ഇപ്പോൾ വില കൂടുതൽ, മാങ്ങക്കല്ലല്ലോ ഗൈസ്. അപ്പം നെക്സ്റ്റ് നമ്മൾ പോപ്പീൻ്റെ അടുത്ത് പോയി ഗൈസ്. പോപ്പീൻ്റെ അടുത്ത് പോകാൻ എനിക്ക് ഭയങ്കര പേടിയാണ്. പക്ഷേ ഞാൻ വീഡിയോ എടുത്തിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് വീഡിയോ എടുത്തിട്ട് കാണിച്ചു തന്നു. നെക്സ്റ്റ് നമ്മൾ മൗണ്ടൻ ഡ്യൂവിലെ കാര്യത്തിലേക്ക് കിടക്കുക. ഫസ്റ്റ് ഞാൻ മൗണ്ടൻ ഡ്യൂ എടുത്തു. നെക്സ്റ്റ് നമ്മൾ നാരങ്ങ, അതായത് ലെമൺ എടുത്തു ഗൈസ്. എന്നിട്ട് ഞാൻ ഡിസൈൻ ആക്കാൻ വേണ്ടിയിട്ട് ഗ്ലാസിൻ്റെ സൈഡൊക്കെ ഒന്ന് ഞാൻ ലെമൺ ഒന്ന് വെച്ചിട്ടൊന്ന് ചെയ്തെടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മൾ സാൾട്ട് ഇട്ടു കേട്ടോ. സാൾട്ട് അതിൻ്റെ ഇങ്ങനെയാണ് ഇപ്പോൾ എല്ലാവരും ആക്കുന്നത് കണ്ടിട്ടാണ് ഞാൻ ആക്കിയത്, ഒരു ഡിസൈൻ ആക്കി വെക്കാമെന്ന്. അങ്ങനെ ഞാൻ നെക്സ്റ്റ് നമ്മൾ ലെമൺ ചെറുതായിട്ട് മുറിച്ചിട്ടു. അതിൻ്റെ മുകളിൽ ഞാൻ മിൻറ്റ് ഇട്ടു. മിൻറ്റിൻ്റെ മുകളിൽ ഞാൻ ഐസ് ക്യൂബ്സും ഇട്ടു, പിന്നെ സാൾട്ടും ഇട്ടു കേട്ടോ. എന്നിട്ട് നമ്മൾ ഫുൾ ജാർ സോഡ ആക്കുന്ന ആ ചെറിയ ഗ്ലാസ് എടുക്കുക. എന്നിട്ട് നമ്മൾ ഫസ്റ്റ് ചെയ്ത് കണക്ക് തന്നെ ഡിസൈനിന് വേണ്ടിയിട്ട് ഉപ്പൊക്കെ എടുക്കുക കേട്ടോ. പക്ഷേ ഇവിടെ അല്ല കേട്ടോ ഇറക്കേണ്ട, ആ ബാക്ക് സൈഡാണ് നമ്മൾ ഉപ്പാക്കേണ്ടത്. ഞാൻ ആക്കിയിട്ടാകുമ്പോൾ തെറ്റിപ്പോയതാണ്, ക്ഷമിക്കണം ഗൈസ്. നമ്മളിപ്പം ഐസ് കെട്ട് ഇടുന്ന കാര്യത്തിലാണ്. ഐസ് ക്യൂബ്സ് ഇട്ടു. എന്നിട്ട് നമ്മൾ ഈ ഒരു ചെറിയ ഗ്ലാസ്സിലേക്ക് നമ്മൾ സോഡ ഒഴിച്ചു കേട്ടോ. സോഡക്ക് നല്ല ഗ്യാസ് ഉണ്ടായിരുന്നു. അപ്പം നെക്സ്റ്റ് നമ്മൾ ഉണ്ടാക്കുന്നത് പറഞ്ഞാൽ മൗണ്ടൻ ഡ്യൂ ആണ് കേട്ടോ. മൗണ്ടൻ ഡ്യൂ ഒഴിച്ചു. ഇനി അതിൻ്റെ മുകളിൽ നമുക്ക് സോഡ ഉണ്ടായി. ഗൈസ് മറന്നില്ല, അതാണ് ഫ്ലോപ്പായത് ഗൈസ്. ഞാൻ മറിയാനും വേണ്ടിയിട്ടാണ് അതിട്ടത്, ബട്ട് മറന്നില്ല കേട്ടോ. അത് സാറില്ല, നമുക്ക് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഗൈസ് എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, ഷെയറും ലൈക്കും ചെയ്യണേ. അപ്പോൾ നിങ്ങളെന്താ നോക്കി നിൽക്കുന്നത്, പോയിട്ട് ഉണ്ടാക്കുക. അത്രയും നല്ല ടേസ്റ്റാണ്, അടിപൊളി ടേസ്റ്റാണ് ഗായ്സ്. അങ്ങനെ ജ്യൂസ് കുടിക്കലും മഴ പെയ്യലും ഒന്നിച്ചിട്ടായിപ്പോയി. ഭയങ്കര മഴയായിരുന്നു കേട്ടോ. അപ്പം ഞാൻ കുളിക്കാനാണ് വിചാരിച്ചിനി. പിന്നെ ഞാൻ ഇത്ര പോത്ത് പോലെയായിട്ട് കുളിച്ചാൽ നാട്ടുകാർ എന്തെങ്കിലും വിളിച്ചെന്നെ തല്ലും, അതുകൊണ്ട് ഞാൻ കുളിച്ചില്ല. എന്നിട്ട് വീഡിയോ എടുത്തിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര മഴയായിരുന്നു കേട്ടോ. ഇടിയും മിന്നും മഴയൊക്കെ ആയിരുന്നു. കുറച്ച് വെള്ളമൊക്കെ കെട്ടി നിന്നു കേട്ടോ. കുറേ ഓലകളൊക്കെ റോഡുകളിലെല്ലാം വീണു. പിന്നെ തെങ്ങുകൾക്കും പ്ലാന്റ്സിനൊക്കെ ഭയങ്കര സന്തോഷമായിട്ടുണ്ടാവുമല്ലോ അവരുടെ മഴ പെയ്തതിന് ശേഷം. അപ്പം നമുക്കൊരു സമാധാനമായി. ഈ സമ്മർ സീസണിൽ മഴ പെയ്ത ഒരു സമാധാനം തന്നെ ചൂടുകാലത്ത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ബൈ.